സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കപ്പെടുന്നതിനെ തുടർന്ന് വ്യക്തികൾ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മുടെ ഇതുപോലെ ഒരു പരിഷ്കൃതമായ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ഇതിന് രണ്ട് വശങ്ങളിൽ നിന്ന് ഈ വിഷയത്തെ നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു ആത്മഹത്യയോ ഒരു അനിഷ്ട സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയെ കണ്ടെത്താനും ആ വ്യക്തിയെ അപഹസിക്കാനും ശ്രമിക്കുന്ന സൈബർ ഇടങ്ങളിലെ ചില പ്രവണതകൾ. രണ്ട്, ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചു എന്ന് പറയുന്ന അതും സൈബർ ഇടത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്, ഒരു വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഒന്ന് സംസാരിക്കാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും സൈബർ പ്രതലങ്ങൾ നമ്മുടെ സമൂഹത്തിന് വലിയ പരിചയമുള്ള ഒരു സംഗതിയല്ല. കാരണം ഒരു മുഖ്യധാര മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു എഡിറ്ററിങ് സംവിധാനം ഉണ്ട്. ഒരു എഡിറ്റർമാർ പല തലത്തിലുള്ള ആളുകളുണ്ട്. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു സെൻസർഷിപ്പും അതിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ചാനലിൽ വരുന്ന ഒരു വിഷയം എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും അപമാനിച്ചു അല്ലെങ്കിൽ ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തിയെങ്കിൽ പരാതിപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്, അങ്ങനെ നടപടികൾ എടുക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. പലപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എഡിറ്ററുടെ സാന്നിധ്യവുമില്ല, സെൻസർഷിപ്പുമില്ല. ഏത് വ്യക്തിക്കും തൻ്റെ മനോധർമ്മം അനുസരിച്ച് എന്ത് കാര്യവും പറയാനുള്ള ഒരു ഇടമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ആത്മപ്രകാശനത്തിൻ്റെ ഒരു ഇടം എന്നുള്ള നിലയിൽ വളരെ നല്ല ഒരു കാര്യമായിട്ട് എടുക്കാം. കാരണം 30 കൊല്ലത്തിന് മുമ്പുള്ള സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് സ്വന്തം ധാരണകൾ, ചിന്തകൾ സമൂഹത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുഖ്യധാര മാധ്യമത്തിൻ്റെ സഹായമുണ്ടെങ്കിലേ പറ്റൂ. തീർച്ചയായിട്ടും പ്രിൻ്റ് മാധ്യമങ്ങളായിരുന്നു അന്ന് മുന്നിൽ നിന്നിരുന്നത്. വല്ലപ്പോഴുമൊക്കെ റേഡിയോ സ്വാധീനം ചെലുത്തിയിരുന്നു. പിന്നെ TV ചാനലുകൾ വരവായി. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടെ ഒരു മുഖ്യധാര മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ ഏത് വ്യക്തിക്കും ആത്മപ്രകാശനം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി. ഇത് ഒരർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ഒരു ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെ എടുക്കാം. നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഏതൊരു ഫലത്തിനും പാർശ്വഫലം ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ, ഏതൊരു ശാസ്ത്രീയമായ കണ്ടെത്തലിനും നല്ലതല്ലാത്ത ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ചില പാർശ്വഫലങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അതിൽ 2-3 പ്രധാനപ്പെട്ട പാർശ്വഫലങ്ങളിൽ ഒന്ന്, ഈ പറയുന്ന വ്യക്തിക്ക് ആ വിഷയത്തിൽ ആധികാരികമായ അറിവ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അക്കാര്യങ്ങൾ പറയാൻ പറ്റും. അദ്ദേഹം മറ്റേതെങ്കിലും മേഖലയിൽ ചെയ്ത വീഡിയോകൾക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ ചെയ്യുന്ന വീഡിയോയ്ക്കും കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാകും. അവർ അദ്ദേഹം പറയുന്ന ആധികാരികവും വസ്തുനിഷ്ഠവുമാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഉദാഹരണത്തിന്, ഞാൻ ആരോഗ്യ മേഖലയെക്കുറിച്ചും സാമൂഹ്യ മേഖലയെക്കുറിച്ചും വീഡിയോകൾ ചെയ്യുന്ന അതിനെക്കുറിച്ച് പറയുന്നൊരു വ്യക്തിയാണ്. എനിക്ക് വേണമെങ്കിൽ റോക്കറ്റ് നിർമ്മാണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അത് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഞാൻ പേരൻറ്റിങ്ങിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേട്ട് അത് ഇഷ്ടപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളെങ്കിലും ഞാൻ ഈ റോക്കറ്റ് നിർമ്മാണത്തിനെക്കുറിച്ച് പറയുന്ന വീഡിയോയും കണ്ടിട്ട് അതിൽ പറയുന്ന പലപ്പോഴും വസ്തുതകളല്ലാത്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അവനവൻ്റെ ഏരിയ ഓഫ് കോർ കോമ്പിറ്റൻസ് അതിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയാനും അത് പലപ്പോഴും ആധികാരികമല്ലെങ്കിൽ പോലും അതിനൊരു സ്വീകാര്യത ലഭിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകാനും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിതെളിക്കുന്നു. രണ്ടാമത്തേത്, നമ്മളിപ്പോൾ വിവാദപരമായി നിൽക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ലൈക്കും റീച്ചും ഒക്കെ കിട്ടാൻ വേണ്ടി ഏത് പരിധി വരെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഡോക്ടർ പങ്കുവച്ച ഒരു അനുഭവം, ഈ കോവിഡിൻ്റെ സമയത്ത്, ആ കോവിഡ് ആദ്യഘട്ടത്തിൽ എല്ലാവരും വീട്ടിലിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഭാര്യയും ഭർത്താവും ഒക്കെ ജോലി തിരക്കിനെ തുടർന്ന് പല പ്രദേശങ്ങളിൽ കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ദീർഘനാൾ ഒരുമിച്ച് കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. സ്വാഭാവികമായും അത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ കാരണമാവുകയല്ലോ. അത് ചെറിയ തോതിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളും ഗാർഹിക പീഡനങ്ങളും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ കൂടി വരുന്നതായി ചില പത്രവാർത്തകൾ വന്നു. ഇതിനെ തുടർന്ന് ഒരു സാമൂഹ്യ മാധ്യമം ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് എങ്ങനെയാണ് ഈ കോവിഡ് കാലത്ത് വീട്ടിൽ അടച്ചിരിക്കുമ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നു. അദ്ദേഹം ആ വീഡിയോ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കോവിഡ് കാലത്തിൽ ദാമ്പത്യ ബന്ധങ്ങൾ ദൃഢമാക്കുന്നത് എങ്ങനെ. അപ്പോൾ ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ മറ്റൊരാൾ, അദ്ദേഹത്തിൻ്റെ
പ്രിയപ്പെട്ട ഒരു വ്യക്തി, വിദേശത്തുള്ള ഒരാൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. ഈ ഡോക്ടർ ഇരിക്കുന്ന ഒരു പടമൊക്കെ ആയിട്ട് സ്ത്രീകളെ എങ്ങനെ വശീകരിക്കാം, പ്രമുഖ ഡോക്ടർ വിലയിരുത്തുന്നു എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹം ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കിയപ്പോൾ ഈ ദാമ്പത്യ ബന്ധങ്ങൾ എങ്ങനെ ദൃഢമാക്കാം ഈ കോവിഡ് കാലത്ത് എന്നുള്ള ആ വീഡിയോ ആണ്. അതിൻ്റെ തലക്കെട്ട് മാത്രം സ്ത്രീകളെ എങ്ങനെ വശീകരിക്കാം എന്ന് പ്രമുഖ ഡോക്ടർ പറയുന്നു. അപ്പോൾ അദ്ദേഹം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത വ്യക്തിയോട് ചോദിച്ചപ്പോൾ, ഡോക്ടറെ, ഇങ്ങനെ ദാമ്പത്യ ബന്ധം ദൃഢമാക്കാമെന്നൊക്കെ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ? ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കാണുന്ന സകല ആളുകളും ഇതൊന്ന് കയറി നോക്കുകയെങ്കിലും ചെയ്യും. അങ്ങനെ ഇതിന് കുറച്ചുകൂടെ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഏത് പരിധി വരെ പോകാനായിട്ട് സാധിക്കും ഒരു റീച്ച് വർദ്ധിപ്പിക്കാനായിട്ട്? അപ്പോൾ വ്യത്യസ്തമായ കണ്ടന്റ് ഉണ്ട് എങ്കിൽ റീച്ച് കൂടും. ആ പറയുന്ന കാര്യത്തിനകത്ത് പദാർത്ഥമുണ്ടെങ്കിൽ റീച്ച് കൂടും. രസകരമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ റീച്ച് കൂടും. പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ദൃശ്യങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാൽ റീച്ച് കൂടും സ്വാഭാവികമായി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സെൻസേഷണലായിട്ടുള്ള സംഭവങ്ങൾ, സെൻസേഷണലായൊരു സംഭവം നടക്കുന്നുവെങ്കിൽ, അതിപ്പോൾ 2 വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുകൂടുന്നു, അത് ദൂരെ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും കുറച്ച് റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലെങ്കിൽ അവിടെ ചെന്ന് 2 വിഭാഗം ആളുകൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 2 വിഭാഗം ആളുകളെയും ചൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അടി ഉണ്ടാക്കുന്ന ഒരവസ്ഥ സൃഷ്ടിച്ച് അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ളതുപോലെ മാധ്യമങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും ചില നൈതിക തത്വങ്ങൾ ബാധകമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നൈതിക തത്വങ്ങളിൽ ഒന്നാമത്തേത് തന്നെ വസ്തുതാപരമായ കാര്യങ്ങൾ അത് അവതരിപ്പിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ഒരു മാധ്യമധർമ്മം തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ വിഷയത്തെ പർവ്വതീകരിക്കുക, അല്ലെങ്കിൽ നടന്ന ഒരു വിഷയം തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി 2 വിഭാഗം ആളുകളെ തമ്മിൽ അടുപ്പിച്ച് അത് സെൻസേഷണലൈസ് ചെയ്ത് ചിത്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു മാധ്യമ നൈതികതയ്ക്കോ സാമൂഹിക നൈതികതയ്ക്കോ യോജിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ വരുന്നു, അത് അനഭിലഷണീയമാണ്, അനാരോഗ്യകരമാണ്, സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ പറയപ്പെടുന്ന ഒരു വ്യക്തി, അയാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുക എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം ആ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ജീവൻ ഒടുക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വേണം നമ്മൾ ആ ഒരു സംഭവത്തെയും വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ആരെയെങ്കിലുമൊക്കെ കല്ലെറിയാനോ കുറ്റപ്പെടുത്താനോ ഒരു അവസരം കിട്ടിയാൽ, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന ഒരു വാർത്ത എവിടുന്നെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ അവനെക്കുറിച്ച് കുറ്റം പറയാം, ആ വസ്തുത എന്താണ്, അല്ലെങ്കിൽ ആ സംഭവം എന്താണ്, അതിൻ്റെ 2 വശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും നിൽക്കാതെ യവൻ പണ്ടേ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒന്ന് പർവ്വതീകരിച്ച് അയാളെ കുറ്റപ്പെടുത്തി, അയാളെ ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛനായ മനുഷ്യനായി ചിത്രീകരിച്ച് അയാൾക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന ഒരു സാമൂഹിക മനഃശാസ്ത്രവും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പരിഷ്കൃത സമൂഹം, അനുതാപമുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പറയാനുള്ള വശങ്ങൾ കൂടെ കേൾക്കണം. ഇപ്പം അയാളെ ഇത്തരത്തിൽ ഒരു ട്രാപ്പിൽ പെടുത്തി റെക്കോർഡ് ചെയ്ത വീഡിയോ ആകാം, അല്ലെങ്കിൽ ആ വീഡിയോയിൽ കണ്ട ആളുകൾ പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു ദുരുദ്വേഷപരമായിട്ടുള്ളൊരു സ്പർശനം അതിൽ ഇല്ല എന്ന് ഇരിക്കട്ടെ. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണത്തിനും ഒരു പ്രസക്തിയുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എപ്പോഴും ഈ മനുഷ്യ സ്വഭാവത്തിൽ റാഷിമോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. ഈ റാഷിമോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് അക്കിറോ കൊറോസോവ എന്ന പ്രശസ്തനായ ജാപ്പനീസ് സംവിധായകൻ സംവിധാനം ചെയ്ത റാഷിമോൺ എന്ന് പറയുന്ന സിനിമയെ അടിസ്ഥാനപ്പെടുത്തി ഉയർന്നു വന്ന ഒരു തത്വമാണ്. ഈ റാഷിമോൺ സിനിമയിൽ 4 കഥാപാത്രങ്ങളാണുള്ളത്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ അത് യൂട്യൂബിലുണ്ട്, ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. പക്ഷെ വളരെ ലളിതമാണെങ്കിലും ഗഹനമായിട്ടുള്ള, അർത്ഥഗർഭമായിട്ടുള്ള, ഇന്നത്തെ കാലത്ത് പോലും പ്രസക്തമായിട്ടുള്ള, ഇന്നത്തെ ഈ സാമൂഹ്യ മാധ്യമ കാലത്ത് കൂടുതൽ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അതിൻ്റെ തീം എന്ന് പറയാം. ഒരു ഭർത്താവും ഭാര്യയും അവർ 2 പേരും യാത്ര ചെയ്യുന്നു. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു മരം വെട്ടുകാരൻ നിൽക്കുന്നു, ഒരു കൊള്ളക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നു. ഈ കൊള്ളക്കാരൻ ഭർത്താവിനെ
കൊല്ലുന്നു, ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നു. ഈ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ മരം വെട്ടുകാരൻ നിൽക്കുന്നു. ഈ സംഭവങ്ങൾ ആ സിനിമയുടെ രംഗങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ തെളിയുകയാണ്. ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് ഇതേ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, ചെറിയ വ്യത്യാസത്തോടെ. മൂന്നാമത് വീണ്ടും ഇതേ സംഭവങ്ങൾ കാണുന്നു, വീണ്ടും വ്യത്യാസം. നാലാമത് വരുമ്പോൾ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ആഖ്യാനം വരികയാണ്. ഈ 4 കഥാപാത്രങ്ങളുടെയും വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഈ വിഷയം വിലയിരുത്താനുള്ള ശ്രമമാണ് ആ റാഷിമോൺ എന്ന സിനിമയിൽ നടക്കുന്നത്. ഒരുപക്ഷെ ഭർത്താവിൻ്റെ ഒരു ഭാഗം സ്വയം ന്യായീകരിച്ചുകൊണ്ട് ഭാര്യ ഈ വഴി കൂടെ പോയ കള്ളനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി, അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം നടന്നത് എന്ന് ഭർത്താവിൻ്റെ വേർഷൻ. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ കൊള്ളക്കാരനെ കണ്ടപ്പോൾ ഭർത്താവ് പേടിച്ചോടി, ഒരു ഭീരുവാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഈ കൊള്ളക്കാരൻ ഇതെല്ലാം ചെയ്തത്. കൊള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം സമൂഹം അവനെ ഇങ്ങനെയാക്കി മാറ്റി, അതുകൊണ്ട് എന്നിൽ നിന്ന് സമൂഹം തിരിച്ചു ചിലതൊക്കെ അർഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ചെയ്യുന്നത് ന്യായമാണെന്നുള്ള സംഗതി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മനുഷ്യൻ്റെ സ്വഭാവത്തിലും ഈ റാഷിമോൺ ഇഫക്റ്റ് പ്രതിഫലിക്കാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് കാണുന്ന ഈ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ്. ഇത് ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നു. അവർ വരുമ്പോഴത്തേക്ക് ഭർത്താവ് സ്വയം ന്യായീകരിച്ചുകൊണ്ട്, ഭാര്യ സ്വയം ന്യായീകരിച്ചുകൊണ്ട് സംഭവങ്ങൾ വിവരിക്കുന്നത് പതിവാണ്. ഈ കാര്യത്തിൽ മാത്രമല്ല, ജോലിയുമായി ബന്ധപ്പെട്ടോ ഏത് കാര്യത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം സ്വയം ന്യായീകരിക്കുക എന്നുള്ളതാണ്. അവനവനായി വരുത്തി വെച്ചൊരു അബദ്ധമാണെങ്കിൽ പോലും താനൊരു ബലിയാടാണ്, തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചെയ്യുകയാണ് എന്ന് പറയുക എന്നുള്ളത് അടിസ്ഥാന മനുഷ്യ സ്വഭാവമാണ് എന്നുള്ളതാണ് സത്യം. മിക്കവാറും മനുഷ്യരൊക്കെ അത് ചെയ്യാറുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു സംഭവം, അതൊരു വീഡിയോ ആയിക്കോട്ടെ, ആ വീഡിയോ തന്നെ നമുക്ക് പല രീതിയിൽ ഇന്ന് അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. വീഡിയോ പലതരത്തിലും കൃത്രിമം കാണിച്ച് ഇന്ന് ചെയ്യാനുള്ള പല സംവിധാനങ്ങളും നിലവിലുണ്ട്. ഡീപ്പ് ഫേക്ക് പോലെയുള്ള നിർമ്മിത ബുദ്ധിയുടെ പലതരം സങ്കേതങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് പലതരത്തിലും വികൃതമായിട്ട് കാര്യങ്ങളെ ചിത്രീകരിക്കാം, വസ്തുതാവിരുദ്ധമായ രീതിയിൽ കാര്യങ്ങളെ ചിത്രീകരിക്കാം, അത് സത്യമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ ഒരു ആരോപണം ഉയരുമ്പോൾ മറുവശത്തുള്ള ആളിൻ്റെ, ആരോപണ വിധേയനായ ആളിൻ്റെ വിശദീകരണം കൂടെ കേൾക്കാനുള്ള ഒരു പാകത, ഒരു മാനസികമായിട്ടുള്ള ഒരു വലിപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അല്ല, ഒരു ആരോപണം വരുമ്പോൾ തന്നെ അവൻ പണ്ടേ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ സമൂഹം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം, ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നു കഴിയുമ്പോൾ അവിടെയും കുറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആരെയെങ്കിലും ഒക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചു? അപ്പം നമുക്കറിയാം, മനുഷ്യർ എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഏറിയോ കുറഞ്ഞോ ഉള്ള എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ നമുക്കെല്ലാം അനുഭവിക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യർ അതിനോട് പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇത്തരം ദുരനുഭവങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവരതിനെ മറികടന്നുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നുള്ള മട്ടിൽ മുന്നോട്ട് പോകും. ചില ആളുകൾ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന ആളുകളാണ്. ചില ആളുകൾ മറ്റുള്ളവരുടെ മുൻപിൽ ധൈര്യമുള്ളൊരു മുഖം പ്രദർശിപ്പിക്കാൻ ശ്രമിക്കും. ഉള്ളിൽ അവർ മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കൂട്ടുകാരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെ വീട്ടുകാരടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുമെങ്കിലും ഒറ്റയ്ക്കാകുന്ന സമയത്ത് ആ ചിന്തകൾ അവരെ വേട്ടയാടും. അതിനെ തുടർന്നുണ്ടായ മാനഭംഗം അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തും. തീർച്ചയായിട്ടും അവർ സ്വയം ജീവൻ എടുക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അതിന് കാരണക്കാരനായ വ്യക്തി, അല്ലെ കാരണക്കാരിയായ വ്യക്തിയെ കല്ലെറിയുന്ന ഒരു രീതിയിലേക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിയമപരമായി അതിൽ അപാകതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ സംവിധാനങ്ങൾ നടപടിയെടുക്കേണ്ടതാണ്. അത് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലും, ബസ്സിനുള്ളിൽ വെച്ച് ഒരു അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു നിയമപ്രശ്നമാണ്. അത് നിയമ സംവിധാനങ്ങളുടെ മുൻപിലേക്ക് വരേണ്ടതാണ്, നിയമപരമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ ഇങ്ങനെയൊരു സംഭവം നടന്നു, അതിൽ ആത്മഹത്യാ പ്രേരണ എന്നൊരു ഘടകമുണ്ടെങ്കിൽ അതും നിയമ സംവിധാനങ്ങളുടെ മുൻപിലേക്ക് വരേണ്ടതും അവർ അത് കൈകാര്യം ചെയ്യേണ്ടതുമാണ്. അവിടെ നിയമ സംവിധാനങ്ങൾ, നീതിന്യായ വ്യവസ്ഥിതി എടുക്കേണ്ട തീരുമാനങ്ങൾ ഓരോ മനുഷ്യനും ഒറ്റയ്ക്ക് എടുക്കുകയും ആ വിധി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറുവശത്തുള്ളൊരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതി ഒരു തരത്തിലും കേരളം പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ സാമൂഹ്യ മാധ്യമ സ്വഭാവങ്ങളിൽ, ഇടപെടലുകളിൽ ഇത്തരത്തിലുള്ള ഒരു വ്യത്യാസം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതും അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളീയർ ഈ രീതിയിൽ പെരുമാറുന്നത്?
നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന ആ രീതിയുമായിട്ട് ഇതിനെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ തീവ്രമായ മത്സരത്തിലും താരതമ്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാരൻറ്റിങ് സമ്പ്രദായമാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ വളർത്തുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരേ കുടുംബത്തിൽ തന്നെ ഏതാണ്ട് ഒരേ പ്രായമുള്ള കസിൻസിൻ്റെയൊക്കെ മക്കളൊക്കെ ഉണ്ട് എങ്കിൽ അവരെ തമ്മിൽ താരതമ്യം ചെയ്യുക. അവൻ നല്ല വെളുത്ത നിറമുള്ളവനാണ്, അയ്യോ അവൻ കരിക്കട്ട പോലെ ഇരിക്കും. ഇത്തരത്തിൽ വളരെ ചെറുപ്പത്തിലെ ഈ താരതമ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്താഗതികൾ കുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ നമ്മൾ കടത്തിവിട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്പം കഴിയുമ്പോൾ അത് സ്കൂളുകളിലും ഇതേ അവസ്ഥ തന്നെ വരികയാണ്. സ്കൂളുകൾ നമുക്കറിയാം പഠനത്തിൽ മികവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കണക്കിന് 100-ൽ 100 കിട്ടുന്ന മനുഷ്യൻ ഏറ്റവും പ്രഗത്ഭനാണ്. ശാസ്ത്ര വിഷയങ്ങളിൽ 1-ാം സ്ഥാനം കിട്ടുന്ന മനുഷ്യൻ പണ്ഡിതനാണ്, അവൻ ഭാവിയുടെ വാഗ്ദാനമാണ്. പക്ഷെ ഈ പറയുന്ന പണ്ഡിതനായ കുട്ടിക്ക് വീട്ടിൽ ഒരു ബൾബ് കേടായാൽ മാറ്റിയിടാൻ അറിയില്ല. അതൊരു പരിമിതിയായിട്ട് നമ്മൾ കരുതുന്നതേയില്ല. തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന കണക്കിന് 100-ൽ 10 മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് ഒരുപക്ഷെ ബൾബ് മാറ്റിയിടാൻ അറിയാം, ഒരു വണ്ടിയുടെ ടയർ കേടായിപ്പോയാൽ അത് റിപ്പയർ ചെയ്യാൻ അറിയാം, വീട്ടിലെ അത്യാവശ്യം ഇലക്ട്രിക് പണികളൊക്കെ ചെയ്യാൻ അറിയാം, അങ്ങനെ പല കാര്യങ്ങളും അവന് ചെയ്യാൻ അറിയാം. അതൊന്നും ഒരു സ്കില്ലായിട്ട് നിപുണതയായിട്ട് നമ്മൾ കരുതുന്നില്ല. ഇതിൻ്റെ ഒരു ഫലം എന്താണ്? ഈ അക്കാദമിക മികവുള്ള കുട്ടികളെ അങ്ങേയറ്റം പുകഴ്ത്തിയും പ്രോത്സാഹിപ്പിച്ചും ഞാനൊരു വലിയ സംഭവമാണ് എന്നൊരു തോന്നൽ അവൻ്റെ മനസ്സിലുണ്ടാക്കി വെച്ച് അവനെ ഒരു ആത്മാനുരാഗിയാക്കി മാറ്റുകയാണ്, ഒരു നാർസിസിസ്റ്റാക്കി മാറ്റുകയാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ചെയ്യുന്നത്. അവനറിയില്ല എനിക്ക് കണക്കിനും ശാസ്ത്രത്തിനും ഒക്കെ നല്ല അറിവുണ്ട്, പക്ഷേ സാങ്കേതികമായ മറ്റു പല മേഖലകളിലും എനിക്കില്ലാത്ത കഴിവ് എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന പഠനത്തിൽ മോശമായവനുണ്ട് എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഞാനില്ലെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോകില്ല എന്നൊരു തോന്നൽ വരുന്നു. ആ പെരുമാറ്റം മറ്റുള്ളവരിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു രീതി വരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയാകുന്നത് ഒരു പക്ഷേ നല്ല അറിവുള്ള, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ ആ സ്ഥാപനം നടക്കണമെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. അത് തൂക്കുന്ന വ്യക്തി തൊട്ട് അവിടുത്തെ ഇലക്ട്രിക് സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി തൊട്ട് അവിടുത്തെ വാച്ച്മാൻ തൊട്ട് ഒരുപാട് ആളുകൾക്ക് പ്രസക്തിയുണ്ട്. അവരെയെല്ലാം മനുഷ്യരെന്നുള്ള നിലയിൽ അംഗീകരിക്കുകയും അവർ ചെയ്യുന്ന ജോലിയെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് റിഗാർഡ് ചെയ്യുകയും ചെയ്യണം. മാർട്ടിൻ ലൂതർ കിങ് പണ്ട് പറഞ്ഞ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു വാചകമുണ്ട്: നിങ്ങളുടെ വിധി നിങ്ങളെ തെരുവിൽ തൂക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്നുവെങ്കിൽ, ബൈഥോവൻ സംഗീതം സൃഷ്ടിച്ചതുപോലെ, മൈക്കലാഞ്ചലോ പെയിൻറ്റിങ് ചെയ്ത പോലെ, ഷേക്സ്പിയർ സാഹിത്യം എഴുതിയതുപോലെ നിങ്ങൾ തറ തൂക്കുക. അവിടെ നിങ്ങൾ ആദരിക്കപ്പെടും. ഇതാണ് സത്യം. ഓരോ തൊഴിലിനെയും അതിൻ്റെ മാഹാത്മ്യത്തോടുകൂടി അംഗീകരിക്കുകയും ആദരിക്കുകയും ഓരോ മനുഷ്യനെയും അവൻ്റെ അന്തസത്ത മനസ്സിലാക്കി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നാം മാറേണ്ടതുണ്ട്. അങ്ങനെ മാറാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ കാര്യങ്ങൾ. ഒരു കൗമാരപ്രായത്തിലേക്കൊക്കെ എത്തുമ്പോഴേ മത്സരം തീവ്രമാകും. പരസ്പരം മത്സരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രവേശന പരീക്ഷ പരിശീലന കേന്ദ്രങ്ങളടക്കമുള്ളവരൊക്കെ ചെയ്യുന്നത്. തീവ്രമായൊരു മത്സരബുദ്ധി കുത്തിവെച്ച് അവർ ഏറ്റവും തീവ്രമായി മത്സരിക്കുന്നതനുസരിച്ചിട്ടാണ് അവരുടെ ഒരു വിജയം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ സ്വഭാവത്തിൽ അന്തർലീനമായി മാറുകയാണ്. ഇപ്പോൾ കോളേജിലേക്കൊക്കെ എത്തി, ഒരു പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ ഈ അധ്യാപകരോ ഈ കോച്ചിങ് സെൻറ്റേഴ്സോ ഒന്നും നമ്മുടെ പുറകെയില്ല. ആരും നമ്മളെ മത്സരിക്കാൻ പ്രേരിപ്പിക്കുകയുമില്ല, ആരും നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുകയില്ല. പക്ഷെ ആ പ്രായം എത്തുമ്പോൾ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ താരതമ്യം ചെയ്യുന്ന നിർത്തുമ്പോൾ ഈ കുട്ടികൾ പരസ്പരം താരതമ്യം ചെയ്തു തുടങ്ങുന്നു. അത് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ഫാഷനബിൾ വസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, സൗഹൃദങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം താരതമ്യം ചെയ്തു തുടങ്ങാൻ. ഈ താരതമ്യം എങ്ങനെയാണ് മനുഷ്യ സ്വഭാവത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നതെന്നൂടെ ഒന്ന് മനസ്സിലാക്കാം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള ആത്മപ്രകാശനങ്ങൾ വരുന്നു. അപ്പോൾ നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു വ്യക്തി എന്തെങ്കിലും സാധനം പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ വശങ്ങളെ ഇടാൻ സാധ്യതയുള്ളൂ. ഇത് കണ്ടിട്ട് മറ്റു ചില ആളുകൾ അസ്വസ്ഥമാകുന്നൊരവസ്ഥ വരികയാണ്. അപ്പോൾ പലപ്പോഴും കാണാറുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ ഒരിടത്തും യാത്രയ്ക്ക് കൊണ്ടുപോകാറില്ല, സ്നേഹത്തോട് സംസാരിക്കുന്നേ ഇല്ല, എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് കണ്ടില്ലേ, അവൾ മൂന്നാറിൽ അവർ യാത്ര ചെയ്തിരിക്കുന്നു, അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നു. ഇതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്.
പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഭർത്താവ് അന്ന് രാവിലെ ഭാര്യയെ കുനിച്ചു നിർത്തി ഇടിച്ചിട്ടായിരിക്കാം പിന്നീട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു വശം. അപ്പോൾ അവിടെയും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രകാശിതമാകുന്ന മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നമ്മുടെ ജീവിതം പ്രശ്നമാണ് എന്ന് കരുതി മാനസികമായി തളരുന്നൊരവസ്ഥ വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം മനസ്സിൽ ആരെയെങ്കിലുമൊക്കെ ഒന്ന് കുറ്റപ്പെടുത്തണം എന്നുള്ളൊരു പ്രവണത കടന്നു വരികയാണ്. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പത്തിൽ തന്നെ കയറിയ ഈ താരതമ്യത്തിലും മത്സരത്തിലും അധിഷ്ഠിതമായൊരു മനോനിലയുടെ ഒരു ബഹിർസ്ഫുരണമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നു. അതിൻ്റെ താഴെ വളരെ ആവേശഭരിതമായ രീതിയിൽ ഒരു ആൾക്കൂട്ട ആക്രമണം തന്നെ ഉണ്ടാകുകയാണ്. നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതിന് നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വന്തം ഐഡൻറ്റിറ്റി പോലും പ്രകാശിപ്പിക്കാതെ പലപ്പോഴും ഫേക്ക് ഐഡികൾ തന്നെ സൃഷ്ടിച്ച് ഇത്തരം ഫേക്ക് പോസ്റ്റുകൾ ഇടാനും ആൾക്കൂട്ട ആക്രമണം നടത്താനും ഒക്കെയുള്ള സൗകര്യം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഈ മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായ ഈ ചിന്താഗതി നമ്മളുടെ മാനസിക നിലയെ ഓരോ ഘട്ടത്തിലും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ തട്ടിപ്പുകളടക്കം ഉള്ള സംഗതികളിലൊക്കെ നമ്മൾ പെട്ടുപോകുന്നതിൻ്റെ പുറകിലും ഈ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും അയൽ വീട്ടിലുള്ളൊരു വ്യക്തി ഒരു പുതിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അറിയാതെ ഒരു വാചകം വീട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്ന് വന്നു പോവുകയാണ്. അത് എങ്ങനെ അവൻ ഇത്രയും പൈസയെ കിട്ടിയത്, അത് വല്ല കള്ളക്കടത്ത് വല്ലതും ആയിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് വളരുന്ന കുട്ടികളുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പം എന്താണ്? കള്ളക്കടത്ത് വഴി പണം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഒരു വലിയ വാഹനമൊക്കെ വാങ്ങി കറങ്ങി നടന്നാൽ സാമൂഹിക അംഗീകാരം കിട്ടും. കാരണം പിറ്റേ ദിവസം വെളിയിലിറങ്ങി നോക്കുമ്പോൾ ഈ പുതിയ കാറുമായിട്ട് നടക്കുന്ന ആളിനെ ആരാധനയോടെ നോക്കുന്ന ഒരു വിഭാഗം ആളുകളെ കാണുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പണം സമ്പാദിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് സാമൂഹ്യ അംഗീകാരം നൽകും എന്ന ഒരു ധാരണയിലോട്ട് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് പലപ്പോഴും യുക്തിസഹമല്ലാത്ത സാമ്പത്തിക നിക്ഷേപങ്ങളിൽ പോലും പണം നിക്ഷേപിച്ച് തട്ടിപ്പുകളിൽ പെടുന്ന ഒരവസ്ഥയിലേക്ക് മലയാളി എത്തിച്ചേരുന്നു. മലയാളികളെക്കുറിച്ച് അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ലിറ്ററസിയുള്ള സാക്ഷരതയുള്ള പ്രദേശമാണ്. പക്ഷേ നിയമസാക്ഷരതയുടെ കാര്യത്തിലും വൈകാരിക സാക്ഷരതയുടെ കാര്യത്തിലും മാനസികാരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിലും സൈബർ സാക്ഷരതയുടെ കാര്യത്തിലുമൊക്കെ നമ്മൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാം, എന്തെങ്കിലും ഒരു കാര്യം കേട്ടതുകൊണ്ട് ഒരു ഇരയെ തേടിപ്പോയി അയാളെ അവഹേളിച്ച് അയാളെ കല്ലെറിഞ്ഞ് അയാളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംവിധാനത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഓരോരുത്തരും ആ ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇനിയെങ്കിലും തടയാൻ സാധിക്കും.